അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനുകളെ, ആദ്യമായി പറയട്ടെ, സാമ്പത്തികം ആഗ്രഹിച്ചല്ല നമ്മൾ ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നു. മരണവാർത്തയാണ്. താല്പര്യമുള്ളവർക്ക് ഇവിടെ തുടരാം, അല്ലാത്തവർക്ക് ബാക്ക് അടിച്ചു പോകാം. ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കുവാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ്. മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെയൊക്കെ ജീവിതവും മരണവും അല്ലാഹു തആല സന്തോഷത്തിലാക്കി തരട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ശ്രദ്ധിക്കണം. തടി തളർന്നു പോകുന്ന വാർത്തകളാണ് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത്. വെക്കേഷൻ കാലമാണ്. നമ്മളൊക്കെ ഏറെ ശ്രദ്ധിക്കേണ്ട ഈ ഒരു കാലത്താണ് നമ്മുടെ മക്കൾ അബദ്ധത്തിലും അപകടത്തിലും ചെന്ന് ചാടുന്നതും മരണപ്പെട്ടു പോകുന്നതും. ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം. ഇതൊക്കെ പടച്ചറബിന്റെ വിധിയാണെന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യാം. ശ്രദ്ധിക്കുന്നില്ല എന്നല്ല, ഒന്നുമില്ലെങ്കിൽ ജസ്റ്റ് അവരോട് പറഞ്ഞെങ്കിലും മനസ്സിലാക്കി കൊടുക്കുക. ഇതുപോലുള്ള സംഭവങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കുക, അവരെ ഭയപ്പെടുത്തുക. ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ പറഞ്ഞ് ഇന്നത്തെ മക്കൾക്ക് പേടിയാണ് ഇല്ലാത്തത്. അതൊക്കെ കൊണ്ട് തന്നെയാണ് ഇതുപോലുള്ള സംഭവങ്ങൾ നടക്കുന്നത്. അതേ പേരും മക്കളെ പേടിപ്പിക്കരുത് എന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് മക്കൾക്ക് പേടി ഉണ്ടാകണം. പേടി നമുക്ക് സുരക്ഷിതത്വം നൽകും. സംഭവിക്കില്ല എന്നല്ല, സംഭവിക്കുമെന്നുള്ള ഭയമാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ താനെ ശ്രദ്ധിക്കും. അതുകൊണ്ട് ഇതുപോലുള്ള വാർത്തകൾ മക്കളുടെ മുന്നിൽ എത്തിച്ചു കൊടുക്കുക, പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. നമ്മളൊക്കെ അത്രയെങ്കിലും ചെയ്യണം. അല്ലാതെ പടച്ചറബ് വിധിച്ചത് സംഭവിക്കുമെന്ന് പറഞ്ഞ് മാറി നിൽക്കരുത്. പടച്ചറബ് വിധിച്ചത് തീർച്ചയായും നമുക്കതിനെ തടയാനൊന്നും പറ്റില്ല. പക്ഷേ അധികം മക്കളും ആയുസ്സെത്താതെയാണ് ഇന്ന് മരണപ്പെട്ടു പോകുന്നത്. നമുക്കൊക്കെ പടച്ചറബ് ഒരു ആയുസ് നൽകിയിട്ടുണ്ട്, നല്ല ആരോഗ്യവും നൽകിയിട്ടുണ്ട്. പടച്ചറബ് നൽകിയ ആരോഗ്യം നമ്മൾ സംരക്ഷിക്കുക. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ ആഫിയത്തുള്ള ദീർഘായുസ്സും ആരോഗ്യത്തോടുള്ള മരണവും പടച്ചറബ് നമുക്കൊക്കെ നൽകുമാറാകട്ടെ. മരിക്കുന്നത് വരെ നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കുക. ഈ 3 മക്കളാണ് നമ്മുടെയൊക്കെ തടി തളർത്തിക്കളഞ്ഞത്. ഇന്ന് മക്കളുള്ള എല്ലാവർക്കും പേടിയാണ്. ഇതുപോലുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ എന്തും സംഭവിക്കാമെന്ന് നമ്മളും പേടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും സംഭവിക്കരുതേ എന്ന് കരുതുന്ന പലതും ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേന്നര NOC പടിയിൽ നിന്നും വന്ന ഒരു വേദനിപ്പിക്കുന്ന വാർത്ത. നമ്മുടെയൊക്കെ മക്കളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്, അമിതമായി സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ വല്യുപ്പയാണ്, നമ്മുടെ ഉപ്പ. പേരക്കുട്ടിയെ കിട്ടിയാൽ ആ വല്യുപ്പാക്ക് പിന്നൊന്നും വേണ്ട. അവർ മക്കളോട് പെരുമാറുന്നത്, അവരും മക്കളെ പോലെ തന്നെയാണ് മക്കളോട് പെരുമാറുന്നത്, ഒരു കുട്ടികളെ പോലെ. അതുപോലെ തന്നെയായിരുന്നു ഈ ഒരു വല്യുപ്പയും മകനും തമ്മിലുള്ള ആ ഒരു ഇഷ്ടബന്ധം. ആ മോനെ കൊഞ്ചിച്ചും കളിച്ചുമാണ് ആ വല്യുപ്പയുടെ നേരം പോകുന്നത് തന്നെ. അവിടുന്ന് വന്ന ഒരു വേദനിപ്പിക്കുന്ന വാർത്തയാണ്. ഒരു വീട്ടിൽ 2 മരണം സംഭവിക്കുകയാണ്. കഴിഞ്ഞ വ്യാഴാഴ്ച വൈകിട്ടാണ് ഒരിക്കലും സംഭവിക്കരുതേ എന്ന് കരുതുന്ന ആ ഒരു സംഭവം നടന്നത്. NOC പടിയിലെ പള്ളിക്ക് സമീപമാണ് ഈ ഒരു അപകടമുണ്ടായത്. റിഹാൻ എന്ന ഈ ഒരു പൊന്നുമോന് ആ റോഡിലൂടെ സൈക്കിളിൽ പോവുകയായിരുന്നു. പുറത്തൂരിൽ നിന്നും തിരൂരിലേക്ക് പോവുകയായിരുന്ന ഒരു സ്വകാര്യ ബസ് ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു ആ പൊന്നുമോനെ. ആ കുട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റു. രക്തത്തിൽ കുളിച്ച ആ കുട്ടിയെ ഉടനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ആ മോന്റെ ജീവൻ രക്ഷിക്കാനായില്ല. ആ മോൻ റബ്ബിലേക്ക് മടങ്ങി. ഈ വാർത്ത റിഹാനെ ഏറെ കൂടുതൽ സ്നേഹിക്കുന്ന ആ വല്യുപ്പ അറിഞ്ഞതും അദ്ദേഹം ആകെ വല്ലാണ്ടാവുകയും മാനസികമായി തളർന്നു പോവുകയും ചെയ്തു. അങ്ങനെ വല്യുപ്പക്ക് പെട്ടെന്ന് ഹൃദയാഘാതം ഉണ്ടാവുകയും അങ്ങനെ അദ്ദേഹത്തെ ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയും ICUവിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ വെള്ളിയാഴ്ച രാവിലെ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പടച്ചറബ് എല്ലാവരും തൊട്ടുകാക്കട്ടെ. മരണപ്പെട്ടിരിക്കുന്നത് ചേന്നര NOC പടിയിൽ പുത്തൻ പീഡിയക്കൽ അൻവറിൻ്റെ മകൻ മുഹമ്മദ് റിഹാനാണ്. 10 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. പിന്നെ മുഹമ്മദ് റിഹാന്റെ വല്യുപ്പ ഹനീഫ, അവർക്ക് 84 വയസ്സും. പടച്ച റബ്ബേ, ആ 2 പേർക്കും നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് നീ മാപ്പാക്കി കൊടുക്കണേ അല്ലാ. ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കണേ അല്ലാ. അതുപോലെ തന്നെ നിലമ്പൂരിൽ നിന്നും വന്ന ഈ ഒരു വേദനിപ്പിക്കുന്ന വാർത്ത, അതും മക്കളുടെ മരണം തന്നെ. വീടിന്റെ ടെറസിൽ കൂട്ടുകാരുമൊത്ത് കളിക്കുകയായിരുന്നു ഈ ഒരു പൊന്നുമോൻ. ഭയങ്കരമായ കളിയിലായിരുന്നു കൂട്ടുകാരോടൊപ്പം. അപ്പോഴാണ് ഈ അപകടം സംഭവിച്ചത്. ഇന്നലെയായിരുന്നു ഈ പൊന്നുമോന് മരണപ്പെടുന്നത്. മെനഞ്ഞാന്ന് വെള്ളിയാഴ്ച പൊന്നുമോന്റെ പിറന്നാളായിരുന്നു. എല്ലാം കൊണ്ടും സന്തോഷത്തിലായിരുന്നു ആ പൊന്നുമോന്. പിറ്റേന്ന് ശനിയാഴ്ച അങ്ങനെ കൂട്ടുകാരുമൊത്ത് കളിക്കുകയായിരുന്നു. ശനിയാഴ്ച വൈകിട്ട് 4:30യോടെയാണ് ഇത് സംഭവിക്കുന്നത്. ഈ പൊന്നുമോന് കൂട്ടുകാരുമൊത്ത് ടെറസിൽ കളിച്ചുകൊണ്ടിരിക്കെ അവിടെ തുണികൾ ഉണക്കാനായി താൽക്കാലികമായി കെട്ടിവെച്ച ഒരു തൂണുണ്ടായിരുന്നു. ആ തൂണാണ് ഇത് പറ്റിച്ചത്. അതൊരു അരഫില്ലറായിരുന്നു. ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മക്കളുള്ള വീട്ടിൽ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അശ്രദ്ധ കൊണ്ടാവരുത് ആരുടെ മരണവും.
പല വിധത്തിലാണ് മക്കൾ മരണപ്പെട്ടു പോകുന്നത്. അവർക്കൊന്നും അറിയില്ല. ചെറിയ മക്കളാണ് അബദ്ധത്തിലും അപകടത്തിലൊക്കെ വന്നു പെടാം. ഇത് താൽക്കാലികമായി ഉണ്ടാക്കിയ അര ഫില്ലറായതുകൊണ്ട് തന്നെ അത് താൽക്കാലികമായി കെട്ടിയതായിരുന്നു, തുണികൾ ഉണക്കാനിടാൻ. അതിൻ്റെ വെട്ടുകല്ല് ഇളകി വീണാണ് ഈ പൊന്നുമോന് അപകടമുണ്ടാകുന്നത്. ആ പൊന്നുമോന്റെ ദേഹത്തായിരുന്നു ഇത് വീണത്. കുട്ടികളൊക്കെ ആർത്ത് വിളിയായിരുന്നു. ആ വലിയ വെട്ടുകല്ലുകൾ ആ മോന്റെ തലയിലേക്കാണ് വീണത്. യാ അല്ലാ. അതും ഈ മോന്റെ വീട്ടിൽ നിന്നല്ല ഇത് സംഭവിക്കുന്നത്. ഈ മോന്റെ അടുത്തുള്ള വീട്ടിൽ നിന്നും കളിക്കുമ്പോഴാണ് ഈ മോന് സംഭവിച്ചത്. അങ്ങനെ കുട്ടികളൊക്കെ ഇത് കണ്ട് നിലവിളിച്ച് കൂട്ടക്കരച്ചിലായിരുന്നു. രക്ഷിതാക്കൾ വേഗം ഓടിയെത്തി കുട്ടിയെ വേഗം ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷെ ആ മോന്റെ ജീവൻ രക്ഷിക്കാനായില്ല. ആ പൊന്നുമോനും മരണപ്പെട്ടു പോയി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പടച്ച റബ്ബ് സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ച റബ്ബേ, ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെ നീ കാക്കണേ അല്ലാ. ആ പൊന്നുമോന്റെ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കണേ അല്ലാ. നിലമ്പൂർ രാമൻകുത്ത് പാറങ്ങല് മൈദുവിന്റെ മകനാണ് മരണപ്പെട്ട സിഫ്രാൻ. പടച്ച റബ്ബേ, എല്ലാ മക്കളെയും തൊട്ട് കാക്കുമാറാകട്ടെ. പിന്നെ മരണപ്പെട്ടിരിക്കുന്നത് ഈ ഒരു മോനാണ്. 14 വയസ്സുള്ള മുഹമ്മദ്. ഇഫ്ള് വിദ്യാർത്ഥിയാണ്. കൊയ്യം മർക്കസിൽ പഠിക്കുന്നു. സ്കൂളിൽ 9ാം ക്ലാസ്സിലാണ്. കണ്ണൂരിലുള്ള കൊയ്യം മർക്കസിലാണ് ഈ മോന് ഇഫ്ള് പഠിക്കുന്നത്. കണ്ണൂർ സ്വദേശി തന്നെയാണ്. ഈ ഒരു വാർത്ത നിങ്ങളുടെയൊക്കെ മുന്നിൽ എത്തിച്ചതുമാണ്. എല്ലാവരും ദുആ ചെയ്യണം. ആ മാതാപിതാക്കൾ ഇന്ന് ഒരു വല്ലാത്തൊരവസ്ഥയിലാണുള്ളത്. പ്രത്യേകിച്ച് ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും ലഭിക്കാൻ എല്ലാവരും ദുആ ചെയ്യണം പ്രിയപ്പെട്ടവർ. ആരുടെ പ്രാർത്ഥനയാണ് പടച്ച റബ്ബ് കേൾക്കുക എന്ന് പറയാൻ പറ്റില്ല. ഷമീർ അഷ്റഫി കാട്ടാമ്പള്ളിയുടെ മകനാണ് മുഹമ്മദ് എന്ന 14 വയസ്സുകാരൻ. ഈ പൊന്നുമോന് മരണപ്പെട്ടത് ഒരു അബദ്ധത്തിലാണ്, അപകടത്തിലാണ്. അവിടുന്ന് കൂട്ടുകാരോടൊപ്പം പന്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പന്ത് കിണറിലേക്ക് വീണു. കൂട്ടുകാരൊക്കെ പറഞ്ഞു പന്ത് കിണറിലിറങ്ങി എടുക്കാമെന്ന്. അങ്ങനെ ഈ പൊന്ന് കിണറിലേക്ക് പന്തെടുക്കാൻ ഇറങ്ങിയതാ. അങ്ങനെ ആ കിണറിൽ നിന്ന് തന്നെ ആ പൊന്നുമോന് മരണപ്പെട്ടു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യണം. നമ്മളൊക്കെ ലാളിച്ച് കൊഞ്ചിച്ച് വളർത്തിയ നമ്മുടെയൊക്കെ പൊന്നുപോലത്തെ മക്കളാണ് മരണപ്പെട്ടു പോകുന്നത്. ഒന്നുമില്ലെങ്കിലും മക്കളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇതുപോലുള്ള വാർത്തകൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക, അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്. നമുക്ക് മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാം പ്രിയപ്പെട്ടവരെ. അർഹമുറാഹിമായ റബ്ബേ, പടച്ച റബ്ബേ, മരണപ്പെട്ടുപോയ ഈ 3 മക്കൾക്കും നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. ആ പൊന്നുമക്കളുടെ പൊന്നുപ്പാക്ക് പൊന്നുമ്മാക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. പടച്ച റബ്ബേ, ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ നീ കാക്കണേ റബ്ബേ. മാരകമായ രോഗത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കണേ റബ്ബേ. കീറി മുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് നമ്മുടെ മക്കളെയൊക്കെ കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, നമ്മുടെ മക്കളെയൊക്കെ നല്ല മക്കളാക്കി തരണേ റബ്ബേ, നല്ല സ്വാലീങ്ങളാക്കി തരണേ റബ്ബേ. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കളെ നീ കൊണ്ടുപോകല്ലേ റബ്ബേ. നമ്മുടെയൊക്കെ ജീവനും ജീവിതവും അവരാണല്ലാ. അവരില്ലാത്തൊരു ജീവിതം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല റബ്ബേ. പടച്ച റബ്ബേ, ഈ മരണപ്പെട്ടുപോയ മക്കളുടെ മാതാപിതാക്കളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും നിനക്കറിയാലോ റബ്ബേ. അവർക്ക് നീ ക്ഷമയും സമാധാനവും നീ നൽകണേ റബ്ബേ. അവരുടെ മനസ്സ് മാറാതെ നീ നോക്കണേ റബ്ബേ. അവരുടെ നാളെ മുന്നോട്ടുള്ള ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബേ, സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ നീ കാക്കണേ റബ്ബേ. ചെറിയ മക്കളാണ് റബ്ബേ, അപകടത്തിലും അബദ്ധത്തിലും വന്നു പെടാം റബ്ബേ. നമ്മുടെ മക്കളിൽ ഒരു സംരക്ഷണം നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, ഇതുപോലുള്ള അപകട മരണങ്ങൾ നമ്മുടെ മക്കൾക്ക് നീ നൽകല്ലേ റബ്ബേ. നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഇവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഇവർക്കും നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക. പ്രത്യേകിച്ച് മരണപ്പെട്ടുപോയ ഈ കുഞ്ഞു മക്കളുടെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും ലഭിക്കാൻ എല്ലാവരും ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.